ആരുടെ മണ്ണാകുന്ന ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുവല്ലോ. 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് നമ്മുടെ കൂട്ടുകുടുംബങ്ങളും നമ്മുടെ മക്കളും പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചു വരുമല്ലോ. ആ സമയത്തൊരു മലക്ക് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുമല്ലോ. ഇസ്മുഹു റൗമാൻ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് എന്നോട് നിങ്ങളോട് ചോദിക്കുമല്ലോ, ഉക്തുബ് അമലക, നീ ചെയ്ത അമലുകൾ, നീ നൽകിയ പ്രവർത്തനങ്ങൾ, നീ ചെയ്ത സൽക്രമങ്ങൾ അവിടുന്ന് എഴുതാൻ വേണ്ടിയിട്ട് റൗമാൻ എന്ന് പറയുന്ന മാലാഖ നമ്മളോട് പറയുമ്പോ ഞാനും നിങ്ങളും അവിടുന്ന് പറയുമല്ലോ, റബ്ബേ എന്റെ കയ്യിൽ എഴുതാൻ പേനയില്ല അല്ലാ, എന്റെ കയ്യിൽ എഴുതാൻ പേപ്പറില്ല അല്ലാ. അവിടുന്ന് നമ്മൾ പറഞ്ഞു പോകുമല്ലോ. ആ സമയത്ത് ആകുന്ന റൗമാൻ എന്ന് പറയുന്ന മാലാഖ അവിടുന്ന് നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കഫൻ പുടവയുണ്ടല്ലോ, വെള്ള നിറമുള്ള വെള്ള നിറമുള്ള ആ കഫൻ പുടവയുണ്ടല്ലോ, അവിടുന്ന് റൗമാൻ എന്ന മലക്ക് പറയുകയാ, ആ കഫൻ പുടവയുണ്ടല്ലോ അതിനീ പേപ്പറാക്കണേ. ആ സമയത്ത് അവിടുന്ന് പറയുകയാണ്, പേപ്പർ കിട്ടിയപ്പോ നമ്മൾ അവിടുന്ന് പറയുകയോ എഴുതാൻ പേനയില്ല അല്ലാ. ആ സമയത്ത് പറയുന്നു, നിന്റെ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, നിന്റെ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ആ ചൂണ്ടുവിരൽ പേനയാക്കണം മോനെ. അവിടുന്ന് പറയുകയാ, എനിക്ക് എഴുതാൻ മഷിയില്ലല്ലോ, നിന്റെ ഉമിനീര് മഷിയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മയും തിന്മയും അവിടെ നിന്ന് എഴുതിപ്പിക്കുമല്ലോ. അല്ലാഹുവേ, ഖബറിന്റെ അദാബുകളെ തൊട്ട് കാക്കണേ അല്ലാ, ഖബറിന്റെ ക്ലേശങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അവിടുന്ന് ഖബർ വിളിച്ചു പറയുകയാ, അന ബൈത്തുൽ വഹ്ദാ അന ബൈത്തുത് തുറാബ്, ഞാൻ ഏകാന്തതയുടെ വീടാ, ഞാൻ വിജനതയുടെ വീടാ, ഞാൻ ഭയപ്പെടുത്തുന്ന വീടാ. ഖബർ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ വിജനതയുടെ വീടാണ്, ഞാൻ ഭയപ്പെടുത്തുന്ന വീടാ. ആ ഖബറിൽ നമ്മൾക്ക് രക്ഷ വേണോ? നല്ല നല്ല അമല് ചെയ്തിട്ടുണ്ടോ? രക്ഷപ്പെട്ടു പോയി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു.